മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഒരു ചെറിയ സ്റ്റഡി ടേബിൾ മേക്കർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റഡി ടേബിൾ ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. എന്നാലേ നമുക്ക് പഠിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ടേബിളും നമ്മൾ വർക്ക് ചെയ്യണ എവിടെയാണോ ആ ഒരു പ്ലേസ് നമ്മളെപ്പോഴും നീറ്റാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ ക്ലീനായി നീറ്റാക്കി വെക്കാൻ നോക്കുക. അത് നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം നന്നായിട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എവിടെയായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ആ ഒരു പ്ലേസ് നമ്മളെപ്പോഴും നന്നായിട്ട് വൃത്തിയിൽ കൊണ്ടെടുക്കാൻ ശ്രദ്ധിക്കണം. എക്സാമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ടേബിളൊന്നും നീറ്റാക്കി വെക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളിപ്പം എക്സാമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് ഇത് വൃത്തിയാക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ എൻ്റെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് പോലെ ഞാൻ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു സ്റ്റഡി ടേബിളിൻ്റെ ആ ഒരു വാളായാലും നിങ്ങൾ ടേബിളായാലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള എന്താണോ അതിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ. അതുപോലെ കൂട്ടുകാരെ, എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ ഇത് നന്നായിട്ട് ചെയ്തെടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്രത്തോളം ബാഡായിട്ടാണ് ഇരിക്കുന്നത് എന്ന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയിൽ വെച്ചിട്ട് സ്റ്റഡിയുടെ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫ്രണ്ട്സ്, എൻ്റെ ഈ ടേബിൾ മാത്രമല്ല കേട്ടോ ഇങ്ങനെ ഇപ്പോൾ കിടക്കുന്നത്. എൻ്റെ റൂം ആകെ ഇപ്പോൾ ഫുള്ള് മൊത്തത്തിൽ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ റൂമൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ വലിയൊരു പാർട്ട് തന്നെയാണ് നമ്മുടെ ബുക്സ്. നമ്മുടെ ടേബിളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബുക്സ് തന്നെയാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള സംഭവം അത് തന്നെയാണ്. അപ്പം അത് നമ്മളെപ്പോഴും വൃത്തിയിലും നീറ്റായിട്ടും കൊണ്ടെടുക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, ഇതെൻ്റെ സ്കൂളിലത്തെയും ട്യൂഷനത്തെയും കൂടിയുള്ള നോട്ട്ബുക്സാണ്. ഇത് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവാണ്. കൂട്ടുകാരെ, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ അതിൻ്റെ നോട്ട്ബുക്ക് വെച്ചിട്ട് അങ്ങനെ ഓരോ സെറ്റാക്കി വെച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനും അതുപോലെ നമുക്ക് അത് തപ്പിയെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്കത് പെട്ടെന്ന് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ ടെസ്റ്റിൻ്റെ നോട്ട്ബുക്കും കൂടെ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റാക്കി അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. ഞാനിവിടെ ചെയ്യാത്തത് കാരണം എനിക്ക് ട്യൂഷനത്തെയും നോട്ട്ബുക്സ് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് വെക്കാത്തത്. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ ചെയ്തിരുന്നത്. ഇപ്പം ട്യൂഷനത്തെയും സ്കൂളിലത്തെയും നോട്ട്ബുക്സ് ആയിരുന്നത് കൊണ്ട് ഇപ്പം രണ്ടും കൂടെ ഇടാൻ പറ്റില്ലല്ലോ നമ്മളുടെ ടെസ്റ്റിൽ. അപ്പം സെപ്പറേറ്റ് ആയിട്ട് രണ്ടും കൂടെ വെക്കാറാണ്. അതുപോലെ കൂട്ടുകാർ, ഇത് ഞാൻ എൻ്റെ ടേബിളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് കാണുമ്പോൾ ഒരു കളർഫുള്ളൊക്കെ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുള്ളത്. ടെഡി ബിയർ ആയാലും അതുപോലെ കുഞ്ഞി ഇങ്ങനത്തെ ഭംഗിയുള്ള ഐറ്റംസാണ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഒന്ന് നമ്മൾ ഈ വർക്കിലോട്ട് കുറച്ചുകൂടെ ഒന്ന് ഇരിക്കാനൊക്കെ നമുക്ക് തോന്നും. അതിനാണ് നമ്മൾ ഈ ടേബിളൊക്കെ എപ്പോഴും നമ്മൾ നീറ്റായിട്ട് വെക്കാൻ പറയുന്നത്. എന്നാലേ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലോട്ട് കൂടുതലായിട്ട് അട്രാക്ഷൻ തോന്നി നമ്മൾ അതിലോട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വർക്ക് ഏരിയ എപ്പോഴും നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു പെൻ സ്റ്റാൻഡാണ്. ഇത് ഞാൻ കാർഡ്ബോർഡ് പേപ്പറൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സംഭവമാണ്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറേ കാലമായിട്ട് ഞാൻ ഒരു 2 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അത്രയും കാലം ഇത് നിന്നിട്ടുണ്ട്. ഞാൻ തന്നെ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു പെൻ സ്റ്റാൻഡ്. അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത സാധനങ്ങളൊക്കെ അതേപോലെ അതിലോട്ട് തന്നെ വെക്കുകയാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ കൂടുതലും
പെന്നും പെൻസിലൊന്നും അല്ല. അത് എൻ്റെ പെന്നും പെൻസിലൊക്കെ എൻ്റെ അനിയൻ്റെ റൂമിലായതുകൊണ്ട് ഞാൻ അവിടെ പോയി എടുക്കാറാണ് കൂടുതൽ ചെയ്യാറ്. അവൻ്റെ അടുത്തുണ്ട് സ്കെച്ചും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവൻ്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വെക്കുന്നത് രണ്ട് പേനയും അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. പിന്നെ അപ്പോൾ ഇത് ആദ്യം ഞാൻ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയ അന്നൊക്കെ ഇതിൽ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ എണ്ണങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വന്ന് ലാസ്റ്റ് 2 പേന മാത്രമായി. അപ്പോൾ കൂട്ടുകാരെ, അതുപോലെ നമ്മുടെ ടേബിളിൽ വെക്കാനായിട്ട് ഞാനിവിടെ ക്യൂട്ടായിട്ടുള്ള ചെറിയ സംഭവങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതലും ഞാൻ കളക്ട് ചെയ്യാൻ നോക്കാറുണ്ട്. ഈ ടേബിളിൽ വെക്കാൻ പറ്റിയ ക്യൂട്ടായിട്ടുള്ള ചെറിയ സംഭവങ്ങളൊക്കെ നമ്മുടെ ടേബിളിൻ്റെ ഭംഗി കൂട്ടാൻ കൂടുതൽ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ ഒന്ന് കണ്ടുപിടിക്കാനൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ ടേബിൾ ഒന്ന് ഭംഗിയാക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ഒന്ന് സെറ്റാക്കി ഫുള്ളാക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് ഞാൻ എൻ്റെ നോട്ട്ബുക്സൊക്കെ വെക്കാൻ പോവുകയാണ്. ഞാൻ നോട്ടൊക്കെ ഇങ്ങനെ ടേബിളൊക്കെ മേക്കോവർ ചെയ്യുമ്പം കുറേ നമ്മുടെ ഈ വെച്ച സംഭവങ്ങളുടെ പൊസിഷൻ മാറ്റിക്കൊണ്ടേ ഇരിക്കും. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തലക്കെ തിരിച്ച് വെച്ച് നോക്കും. പക്ഷേ ലാസ്റ്റ് ഞാൻ ആദ്യം വെച്ചത് എങ്ങനെയാണോ അതിലോട്ട് തന്നെ എത്തും. അപ്പം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സ്, ഇതെൻ്റെ ട്യൂഷനത്തെയും സ്കൂളിലത്തെയും നോട്ട്ബുക്സാണ്. അതാണ് ഇങ്ങനെ മിക്സ്ഡ് ആക്കി വെച്ചിട്ടുള്ളതാണത്. അപ്പോൾ നോട്ട്ബുക്സൊക്കെ നമ്മൾ സെറ്റാക്കി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്സാണ്. അപ്പോൾ നമ്മുടെ ഈ ബുക്സ് തന്നെ നമ്മളൊന്ന് സെറ്റാക്കിയാൽ നമ്മുടെ ടേബിളിൽ അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ടായിട്ട് ഒന്നിന് വൃത്തിയായിക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബുക്സാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡി ടേബിളിൻ്റെ വലിയൊരു പാർട്ടാണ് നമ്മുടെ ബുക്സ്. അപ്പം അത് നമ്മളൊന്ന് വൃത്തിയാക്കി വെച്ചാൽ തന്നെ നമ്മുടെ ടേബിള് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് നിന്നോളും. അപ്പോൾ അത് ഞാൻ ഇവിടെ സെറ്റാക്കി കഴിഞ്ഞു. പിന്നെ കൂട്ടുകാർ, ഇതെൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബാർബി ഗേളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ സാധനം. അത് കുറേ മുമ്പ് എൻ്റെ അടുത്തുള്ളതാണ്. ഞാൻ എൻ്റെ അടുത്ത് കിട്ടുന്ന സാധനങ്ങളൊന്നും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഞാൻ അതൊന്നും കളയാതെ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറേ കാലമായി അത് യൂസ് ചെയ്ത് നടക്കണു. അതെന്നും എൻ്റെ ടേബിളിൽ ഉണ്ടാവുന്ന സാധനമാണ്. അപ്പം ഈ അടിയിൽ ഞാൻ വെച്ച ടെസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നണ്ട. അത് ഞാൻ 8ൽ പഠിക്കുമ്പോഴുള്ള എൻ്റെ ഒരു ടെസ്റ്റാണ്. അതിന്ന് കുറച്ച് പോയിൻറ്റ്സ് നമ്മുടെ ഈ 10th ഉണ്ടായതുകൊണ്ട് ഞാനത് എടുത്തു എന്നുള്ളൂ. അല്ലാതെ അതെൻ്റെ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്സ് അല്ല കേട്ടോ. അത് കണ്ട് നിങ്ങൾ വിചാരിക്കും അയ്യേ എന്താ ബുക്കൊക്കെ ഇങ്ങനെ, അങ്ങനെ തോന്നണ്ട കൂട്ടുകാരെ. നമ്മളിവിടെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്സും സെറ്റാക്കി കഴിഞ്ഞു. അതുപോലെ ഇത് എനിക്കെൻ്റെ സിസ്റ്റർ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ലാമ്പാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതെനിക്ക് ഈ രാത്രിയൊക്കെ കറണ്ട് പോയാലും അങ്ങനെ നമ്മുടെ ലൈൻ കട്ടായാലൊക്കെ എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണത്. അത് നമുക്ക് ഈ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് നന്നായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. നമ്മൾ അതിലോട്ട് ചാർജ് കയറ്റുകയാണ് വേണ്ടത്. അപ്പം അത് നല്ലൊരു സാധനമാണ് ഈ ഒരു സ്റ്റഡി ടേബിളിൽ. അതുപോലെ ഈ ഒരു സാധനം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു മഷ്റൂമാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബൾബ് ഉണ്ടല്ലോ, ആ ബൾബ് പെയിൻ്റ് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോന്നിലിങ്ങനെ ക്രാഫ്റ്റൊക്കെ ആയിട്ട് നമ്മൾ വെറുതെ എൻ്റെ ഒരു ഹോബിയാണ് ഈ ക്രാഫ്റ്റ്സ് വർക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പം അങ്ങനെ ചെയ്യണതാണ്. ആ ബൾബ് ഞാൻ അങ്ങനെ ചെയ്തിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. അങ്ങനത്തെ കുറേ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ കുറേയൊക്കെ ഞാൻ കളഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോയതാണ്. അപ്പം ഈ പൊടിയൊക്കെ ഞാനൊന്ന് തട്ടിക്കൊട്ടാണ്. ഇതിപ്പം നമ്മുടെ ബുക്കൊക്കെ എടുത്തപ്പം അതിൻ്റെ അടിയിൽ നിന്നൊക്കെ വന്ന പൊടികളാണ്. അപ്പം ഇതുപോലെ ഒരു ലോട്ടസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ലൈറ്റൊക്കെ കത്തുമായിരുന്നു, ഇപ്പോൾ കേടുവന്നതാണ് കേട്ടോ അത്. എന്നിട്ടും ഞാനത് ഇവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ വെക്കുന്നതാണ്. അതുപോലെ നമ്മളെ ബാർബി ഗേളിനെ നമ്മളവിടെ വെച്ചു. പിന്നെ ഇതെൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സാണ്. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യം വന്നാൽ എടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ നോക്കി നമുക്കൊന്നുകൂടി ഒന്ന് എക്സാമിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പം അതിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ അടുക്കിയപ്പോൾ ഒരു പേനയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് നമ്മുടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മുടെ കളക്ഷൻ എന്താണെന്ന് വെച്ചാൽ ബാഗാണ്. നമ്മളിനി സെറ്റാക്കാൻ പോകുന്നത് നമ്മുടെ ബാഗ്സിൻ്റെ ആ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ട്യൂഷനിലോട്ട് കൊണ്ടുപോയ ബാഗാണ്. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഇതിന് പേനയും പെൻസിലൊക്കെ ഞാൻ എടുത്തിരുന്നു. അപ്പോൾ അതിൽ 2 നോട്ട്ബുക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ നോട്ട്ബുക്ക് വെച്ച ആ ഒരു സെറ്റിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം ബാഗിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തതൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ബാഗ്. ഇത് ഞാൻ സ്കൂളിലോട്ട് കൊണ്ടുപോകണം മെയിനായിട്ടുള്ള എൻ്റെ ബാഗാണ്. ഇതും ഈ ബ്ലാക്കും ആണ് കേട്ടോ. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ബാഗുകൾ സ്കൂളിലോട്ടും ട്യൂഷനിലോട്ടും യൂസ് ചെയ്യുന്ന കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള എനിക്ക് തോന്നിയ ബാഗുകൾ ഇത് രണ്ടുമാണ്. അപ്പം ഇതാണ് എൻ്റെ ഫേവറേറ്റ് വണ്ണ്. ഈ ഒരു ഗ്രീൻ ഒരു പിസ്ത ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗാണ്. അത്യാവശ്യം സ്റ്റോറേജൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഇതിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുകയാണ്, പേപ്പറൊക്കെ. അപ്പം ഞാൻ എപ്പോഴും നമ്മുടെ ഈ ഒരു നമ്മൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തി രാത്രി നമ്മൾ ഈ പഠിക്കാനിരിക്കുന്ന ആ ടൈമിൽ നമ്മൾ ബുക്കൊക്കെ മാറ്റി വെക്കുമ്പം ഈ ബാഗിലുണ്ടാകുന്ന നമ്മൾ മിഠായിൻ്റെ കവറുകളും അതുപോലെ പേപ്പേഴ്സൊക്കെ ഞാനൊന്ന് ക്ലീനാക്കി വെക്കാൻ നോക്കാറുണ്ട്. എനിക്കിഷ്ടമല്ല നമ്മൾ അതിലോട്ട് എപ്പോഴും നമ്മൾ ക്ലീനായിട്ട് കൊണ്ടുപോകണമല്ലോ. അതുപോലെ നമ്മൾ അതിൽ വരുന്ന വേസ്റ്റ് പേപ്പറൊക്കെ ഞാൻ എടുത്ത് കളയാറുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഉള്ളത് ഹാൻഡ് ബാഗാണ് കേട്ടോ. ഇത് ഞാൻ എങ്ങോട്ടെങ്കിലും നമ്മളൊക്കെ ട്രിപ്പിനും അങ്ങനെയൊക്കെ പോകുമ്പം യൂസ് ചെയ്യുന്ന ബാഗുകളാണ്. ഇതൊന്നും എപ്പോഴും യൂസ്ഫുള്ളല്ല. ഇടയ്ക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇത് നല്ലൊരു ബാഗാണ്. നമുക്ക് 3 ടൈപ്പ് ആക്കിയിട്ട് ഇത് ഇടാൻ പറ്റും. 3 ടൈപ്പും ഒരുപോലെയാണ്. നമുക്ക് സൈഡ് ബാഗ് ആക്കിയിട്ടും അതുപോലെ ഹാൻഡ് ബാഗ് ആക്കിയിട്ടൊക്കെ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒരു ലോക്കാണ് ഇതിൽ വരുന്നത്. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഒരു ചെയിനായിട്ട് പിടിക്കാൻ പറ്റും. അതുപോലെ ലോങ് ആയിട്ട് സൈഡ് ബാഗാക്കി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഹാൻഡ് ബാഗായിട്ട് കയ്യിൽ പിടിക്കാനും പറ്റും. അങ്ങനെയൊക്കെ നല്ല ഒരു ഇതുണ്ട് കേട്ടോ ഇതിന്. ഈ വലിയ വള്ളി നമ്മൾ ഉള്ളിലോട്ട് ആക്കി കൊടുത്താൽ നമുക്കിതൊരു ഷോർട്ട് ഹാൻഡ് ബാഗ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിതുപോലെ ലോക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പം നല്ല സേഫ്റ്റി ഉള്ളൊരു ബാഗാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഇത് 3 തരത്തിലാക്കി എടുക്കാൻ പറ്റുന്ന ബാഗാണ്. അപ്പം അതും നല്ലൊരു ബാഗാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ട്യൂഷന് കൊണ്ടുപോകുന്ന ഒരു ബാഗാണ് കേട്ടോ. ഈ ഒരു പിങ്ക് കളർ ബണ്ണിയൊക്കെ ഉള്ള ബാഗ് അത് ഞാൻ കൂടുതൽ യൂസ് ആക്കിയിട്ടുള്ള ഒരു ബാഗാണ്. കൂടുതൽ ഞാനത് കുറേ ഇങ്ങോട്ടിൽ പോകുമ്പോഴൊക്കെ ഞാനത് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ബാഗാണ്. അതുകൊണ്ട് അത്യാവശ്യം ചളിയൊക്കെ അതിലുണ്ട്. പിന്നെ ഇത് എൻ്റെ ഒരു വേറെ സൈഡ് ബാഗാണ്, ഒരു ഹാൻഡ് ബാഗ്. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. ഇതിൻ്റെ സിബൊക്കെ പൊട്ടിയായിരുന്നു. ഞാൻ വീണ്ടും അത് നന്നാക്കി എടുത്തതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിഷ്ടമുള്ള സംഭവങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൂടുതലും കുറേ കാലം യൂസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതും ഞാൻ കുറേ സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ കൊണ്ടുപോയ ബാഗാണ്. പിന്നെ ഉള്ളത് എൻ്റെ സ്കൂളിലത്തെ ID കാർഡാണ്. പിന്നെ ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുള്ള ഗ്ലാസ്സാണ്. ഇത് ഞാൻ എൻ്റെ ആ ബാഗ് വെക്കുന്ന ഹാങ്കറിൽ വെറുതെ തൂക്കിയിട്ടതാണ്. വേറെ എവിടെയും വെക്കാനൊരു സ്ഥലമല്ല, നമുക്ക് അവിടെ വെക്കാൻ പറ്റിയെന്ന് തോന്നിയപ്പോൾ അവിടെ വെച്ചതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ബാഗുകളൊക്കെ നമ്മൾ നമ്മുടെ ബാഗ് ഹാങ്കറിൽ തൂക്കാൻ പോവാണ്. സത്യത്തിൽ ഇത് ഷർട്ട് ഹാങ്കറാണ്, പക്ഷെ ഞാനത് ബാഗ് ഹാങ്കറാക്കി മാറ്റിയെടുത്തു. ഈ കാണുന്ന ഹാങ്കറിലാണ് നമ്മൾ ഈ ബാഗൊക്കെ തൂക്കാൻ പോകുന്നത്. അപ്പം ബാഗുകൾ ഇനിയുണ്ട്, അതൊക്കെ വേറെ സ്ഥലത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇവിടെ ഇത്ര തന്നെ വെക്കാറുള്ളൂ, ബാക്കിയൊക്കെ വേറെ റൂമുകളിലൊക്കെ ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ബാഗ് തൂക്കിയിടാം കേട്ടോ. ഇത് ഞാൻ കൂടുതൽ ഇപ്പം യൂസ് ആക്കാറില്ല, കാരണം ഇതിലേറെ സ്റ്റോറേജ് ഉള്ളത് മറ്റേ ബ്ലാക്ക് ബാഗിലും ബ്ലാക്ക് ടോട്ട് ബാഗിലും പിന്നെ ഗ്രീൻ ബാഗിലുമാണ്. അതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ബാഗ്. പിന്നെ ഇതിൽ അത്യാവശ്യം ചളിയൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ ഇതൊന്ന് കഴുകി നന്നാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറില്ല. പിന്നുള്ളത്
നമ്മൾ ഈ ഗ്രീൻ ബാഗാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു ഗ്ലാസ് നമുക്ക് ആ സൈഡിലൊന്ന് വെച്ച് കൊടുക്കാം. അതവിടെ കിടക്കട്ടെ. ഞാൻ ഇങ്ങനെയാണ് സാധാരണ അത് വെക്കാറുള്ളത്. ഇത് നമ്മൾ ഈ ഒരു ഗ്രീൻ പിസ്ത ഷെയ്ഡ് ബാഗാണ് ഹാങ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതും അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് അവിടെ പെർഫെക്ഷനായിട്ട് നിൽക്കും എന്ന് തോന്നുന്നില്ല. നമുക്ക് വേണമെങ്കിൽ മാറ്റാം കേട്ടോ അത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എൻ്റെ ഈ ഒരു ഫേവറേറ്റ് വൺ, ഈ ബ്ലാക്ക് ബാഗാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ബ്ലാക്ക് ടോട്ട് ബാഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഹാങ്ങിൽ വെക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇത് ഇവിടെ ഒന്ന് സെറ്റാവുന്നില്ല. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി ഇത് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ആ ഗ്രീൻ ബാഗ് വെക്കാം. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ വെച്ചപ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടിയ പോലെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ പിസ്ത ഷെയ്ഡ് ബാഗ് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് അതും സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൈഡ് ബാഗും ഹാൻഡ് ബാഗും തൂക്കിയിടാം. അതുപോലെ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ID കാർഡ് കൂടെ ഞാനിവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു ടേബിളിൻ്റെ പകുതി എല്ലാതും കഴിഞ്ഞു കേട്ടോ. ആൾമോസ്റ്റ് ഇപ്പം സെറ്റായിട്ടുണ്ട് നമ്മുടെ ടേബിള്. ഇനി നമുക്കൊരു ഷെൽഫ് കൂടിയാണ് വൃത്തിയാക്കി വെക്കാനുള്ളത്. അത് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ ഭാഗമല്ലാത്തൊരു സാധനമാണ്. എന്നാലും ഞാനത് ഈ ടേബിളിൽ വെച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ 2 ബാഗ്സും നമ്മുടെ 2 സൈഡ് ബാഗ്സും ഞാനിവിടെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബാഗ് കളക്ഷൻ. അപ്പോൾ അത് സെറ്റാക്കി പെർഫെക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ 5 ബാഗ്സാണ് ഞാൻ കൂടുതലും എങ്ങോട്ടേലും പോകുമ്പോൾ യൂസ് ചെയ്യണത്. അതാണ് ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ബാക്കിയൊക്കെ എൻ്റെ വേറെ ഷെൽഫുകളിലും അങ്ങനെയൊക്കെ ആയിട്ട് തൂക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞു. നമുക്ക് ടേബിളിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ അപ്പുറത്ത് കാണുന്ന ആ ഒരു ഷെൽഫ് മാത്രമാണ് കേട്ടോ ഒന്ന് സെറ്റാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഈ ലാമ്പ് ലൈറ്റ് ഇട്ട് ഇത് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ശരിക്കും. ഇതിപ്പോൾ ഫോണിലൂടെ ആയിട്ടാണോ എന്നറിയില്ല. നമ്മൾ ഈ ലാമ്പ് ലൈറ്റ് ഇട്ട് ഈ രാത്രിയൊക്കെ പഠിക്കുമ്പോൾ നല്ല രസമാണ്. നമുക്ക് കൂടുതലായിട്ട് ഈ പഠിത്തത്തിലൊക്കെ കോൺസെൻട്രേഷൻ കൂടുതൽ നമുക്ക് കൊടുക്കാൻ തോന്നും. അതുപോലെ ഞാൻ ഈ ചുമരിലൊട്ടിച്ച സാധനങ്ങളൊക്കെ പോലെ നിങ്ങളും നിങ്ങളുടെ ഈ സ്റ്റഡി ടേബിളിൻ്റെ ആ ഒരു വാളിൽ ചെയ്ത് ട്രൈ ചെയ്യാൻ നോക്കുക. അത് നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്ഫുള്ളാവും. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. എനിക്ക് എൻ്റെ ഈ ടേബിൾ ഇങ്ങനെ ഞാൻ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് പഠിത്തത്തിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ തോന്നാറുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പിന്നെയും റിപ്പീറ്റ് അടിച്ച് പറയുന്നത്. നമ്മുടെ ഇരിക്കുന്ന ആ ഒരു ഏരിയ നമ്മൾ സെറ്റപ്പ് ആക്കാൻ ശ്രദ്ധിച്ചാൽ ബാക്കി എല്ലാതും സെറ്റാവും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ബുക്സൊക്കെ വായിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബുക്കൊക്കെ വെക്കാം. എനിക്കിപ്പോൾ ഇനി വായിക്കാനുള്ളത് ആ 2 ബുക്സാണ്. ബാക്കി പിന്നെ വേറെ കുറേ ബുക്സ് ഉണ്ട്. അതൊക്കെ ഞാൻ വായിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇനി ഈ 2 ബുക്സ് എനിക്ക് വായിച്ചെടുക്കാനുണ്ട്. അതിപ്പം അവിടെ കിടക്കട്ടെ. നമുക്ക് ഇനി ടൈം കിട്ടുമ്പോൾ വായിക്കാമല്ലോ വിചാരിച്ച് വെച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ ബുക്കൊക്കെ നമ്മൾ നന്നായിട്ട് വായിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഇതെൻ്റെ ഒരു സ്പീക്കറാണ്. നിങ്ങൾ മ്യൂസിക്കൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ സ്പീക്കറൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം ഉണ്ടാകുമ്പം പറയുമ്പം നമ്മൾ ഫ്രീ ടൈം ഉണ്ടാക്കാൻ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രീ ടൈം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം അങ്ങനത്തെ ടൈമുകളിലൊക്കെ നമുക്ക് ഇതുപോലെ പാട്ടൊക്കെ കേട്ടാൽ നല്ല രസമാണ്. നമുക്ക് മനസ്സിന് തന്നെ നമുക്കൊരു സാറ്റിസ്ഫിക്കേഷനാണത്. അപ്പം നിങ്ങളും അതുപോലെയൊക്കെ ഒന്ന് എപ്പോഴും നമ്മുടെ മൈൻഡും നമ്മുടെ തോട്ട്സും ഒക്കെ നന്നായി എപ്പോഴും കാം ആൻഡ് ഡൗൺ ആക്കിയിടാൻ നോക്കുക കേട്ടോ.
ഇതിൻ്റെ ഇടയിൽ പറയാൻ ഞാൻ മറന്നുപോയി, ഞാൻ ആ ഒരു ബാഗ് ഹാങ് ചെയ്ത ആ സ്ഥലത്ത് ഞാൻ എൻ്റെ എയർപോർട്ട്സ് കൂടെ വെച്ചിരുന്നു. അത് വെറുതെ തൂക്കിയിട്ടൊന്നുള്ളൂ കേട്ടോ. ടേബിളിൻ്റെ സെറ്റപ്പൊക്കെ ഇവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ നമ്മുടെ ഈ ലൈഫിൻ്റെ കുറച്ച് ക്യോട്ടസായിട്ട് ഇവിടെ എൻ്റെ കുറച്ച് സ്റ്റിക്കി നോട്ട്സിലും അതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ കാർഡ് ബോക്സ് കട്ട് ചെയ്തിട്ട് അത് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഞാനൊന്ന് എഴുതിയിട്ടുള്ള ക്യോട്ട്സാണിത്. അപ്പം എനിക്കിതൊക്കെ വായിക്കുമ്പോൾ നന്നായിട്ട് ഒരു മോട്ടിവേഷനായിട്ട് തോന്നാറുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് മീഷോയിലൊക്കെ കിട്ടുന്നതാണ്, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ ക്യൂട്ടസായിട്ടുള്ള സംഭവങ്ങളുടെ കാർഡൊക്കെ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ നമ്മുടെ വാളിൽ പിക്ക് ചെയ്ത് വെച്ചാൽ നല്ല രസമാവും കേട്ടോ കാണാനും. അതുപോലെ നമുക്ക് അതൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞ ഷെൽഫ്. ഇതിലോട്ട് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇത് പറയണത് ഇതിൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഇതിൽ ഞാൻ ലിപ്സ്റ്റിക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇട്ട് വെക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ഷെൽഫിൽ ഫസ്റ്റത്തെ ഷെൽഫിൽ ഞാനിവിടെ എൻ്റെ ലിപ്സ്റ്റിക്സൊക്കെയാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു ലിപ് ബാമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. സ്കൂളിലോട്ടൊക്കെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് പോകാറില്ല, അപ്പം അത് യൂസ് ചെയ്യാറാണ് കേട്ടോ. നമ്മുടെ ലിപ്പ് എപ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ലിപ് ബാമൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ 2 വാച്ച് ഇട്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ സൺഗ്ലാസ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇതിൽ ഞാൻ വെക്കുന്നത്. അതുപോലെ ലിപ്സ്റ്റിക്ക് ഇതിലോട്ടാണ് ഇടുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ എൻ്റെ സിസ്റ്റർ വന്നിട്ട് ഇതേതാ ഷെയ്ഡ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളിത് അടുത്ത ഈ ഒരു ഷെൽഫിൽ വെക്കുന്നത് മെഡിസിൻസും അതുപോലെ ബാമൊക്കെയാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ എൻ്റെ കുറച്ച് മെഡിസിൻസാണ് വെക്കുന്നത്. വിറ്റാമിൻ്റെ മെഡിസിൻസാണ് കേട്ടോ ഇതൊക്കെ. അത് വെച്ചു. ഇനി നമ്മൾ ടൈഗർ ബാമാണ്, അതും വെച്ച് കഴിഞ്ഞു. അത് നമ്മളവിടെ ക്ലോസ് ചെയ്തു. ഇനി ഇതിൽ നമ്മൾ കുറച്ച് കോയിൻസും അതുപോലെ എൻ്റെ അടുത്തുള്ള കുറച്ച് ക്യാഷും അതുപോലെ ഇതുപോലത്തെ ചെയിനും അങ്ങനത്തെ സേഫ്റ്റി പിന്നും അതുപോലെ നമ്മൾ ഹിജാബിൽ പിന്നീട് ആ പിന്നൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഷെൽഫിലുള്ളത്. അല്ലാതെ വേറെ ഇങ്ങനെ മേക്കപ്പ് പ്രൊഡക്ട്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് എനിക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു സാധനമാണ്. ഇതൊരു റിംഗ് ലൈറ്റാണ്, ഒരു സെൽഫി റിംഗ് ലൈറ്റാണ് കേട്ടോ. ഇത് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതിൽ 3 തരം ലൈറ്റാണുള്ളത്. ഒന്നിങ്ങനെ മിന്നി കത്തുന്ന ലൈറ്റും പിന്നെ 3 തരം ലൈറ്റുകളാണ് അതിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഈ സൺഗ്ലാസും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഫ്രണ്ട്സ്, ഈ ഒരു സൺഗ്ലാസ് ഞാൻ സ്കൂളിൽ ഓണത്തിൻ്റെ ഫെസ്റ്റ് ഉണ്ടായപ്പം അതിലേക്ക് മേടിച്ചിട്ടുള്ളൊരു സൺഗ്ലാസ്സാണ് കേട്ടോ. അത് നമ്മുടെ ഈ സാരിയിലോട്ടൊക്കെ ചൂസ് ആവുന്ന ഒരു സൺഗ്ലാസ്സാണ്. അതുപോലെ ഈ ഒരു ലൈറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ഇത് മീഷോയിലും അതുപോലെ ഷോപ്സിയിലും ആമസോണിലും ഫ്ലിപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. എല്ലാ ഓൺലൈൻ പർച്ചേസിലെ ആപ്സിലൊക്കെ അത് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പോയിട്ടൊന്ന് നോക്കിയാൽ മതി. അതിനൊരു 200ൻ്റെ ഉള്ളിലായിട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ എൻ്റെ പിൻസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഈ ഒരു ഷെൽഫിൽ നമ്മൾ വെക്കണത്. അപ്പോൾ ഇതിനെടുത്ത സാധനങ്ങളൊക്കെ ഇതിലേക്കിട്ട് തന്നെ ഇതിലത്തെ പൊടിയൊക്കെ തട്ടിയിട്ട് ഇതിൽ വേണ്ടാത്ത വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ അതിലോട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 4 ഷെൽഫ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഷെൽഫിൽ ഞാൻ വെച്ചിട്ടുള്ള സാധനങ്ങൾ. പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇത് ഞാനിപ്പം ആ വലിപ്പിൽ കുത്തി കൊള്ളിച്ചിട്ട കുറച്ച് ചോക്ലേറ്റ്സിൻ്റെ കവറായിരുന്നു, അതൊന്ന് മാറ്റി വെച്ചതാണ്. അതിന് എനിക്ക് ഈ ചോക്ലേറ്റ്സിൻ്റെ കവറൊക്കെ ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതൊക്കെ ഓരോരുത്തരുടെ വെറൈറ്റി ആയിട്ടുള്ള ഹോബികളാണ് അതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഞാൻ കൂടുതൽ അതിലോട്ട് ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യാറുണ്ട്.
അങ്ങനെ ഓരോന്ന് നമ്മൾ ഈ ചോക്ലേറ്റ്സിൻ്റെ കവറുകളും അതുപോലെ ഈ നമ്മൾ ഈ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യുക. അതുപോലെ നമ്മൾ കാണാത്ത കാര്യങ്ങൾ കയ്യിൽ കിട്ടുമ്പം അതൊക്കെ ഒന്ന് നമ്മൾ കൂടുതൽ കാലം യൂസ് ചെയ്ത് സീക്രട്സ് ആയിട്ട് വെച്ച് അതൊക്കെ നന്നായി അങ്ങനത്തെ ഒരു സംഭവങ്ങളിലോട്ട് കൂടുതലും ഞാൻ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു ടേബിൾ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ സെറ്റാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ട്രൈ ചെയ്ത് എൻ്റെ ടേബിൾ നന്നാക്കി വെക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊണ്ട് ഇതിലേറെ കൂടുതലായിട്ട് നിങ്ങളെ ഭംഗിയാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന പോലെയൊക്കെ നിങ്ങൾ ഇതിലോട്ട് നന്നായിട്ട് എഫേർട്ട് എടുത്ത് നിങ്ങളുടെ ടേബിളും അതുപോലെ നിങ്ങളുടെ റൂമായാലും ഒക്കെ നമ്മൾ നന്നായിട്ട് ക്ലീനാക്കി വെക്കാൻ കൂടുതൽ ടൈം കൊടുത്തിട്ടായാലും വേണ്ടില്ല, നമ്മളതൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാക്കി വെക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഫൈനലായിട്ട് എൻ്റെ ഒരു പിക്കും അതുപോലെ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഒരു സെൽഫ് ലവർ ആവാൻ കൂടുതലായിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പിക്ക് തന്നെ ഒരു ചെറിയ ക്യാൻവാസിലുള്ള ഒരു ഫോട്ടോ തന്നെ ഞാനിവിടെ ഫ്രെയിം ആയിട്ടുള്ളത് എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ടെഡിയെയും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ള ഒരു ടെഡി ബിയറാണ്. അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ടെഡി ബിയറാണ്. അതുകൊണ്ട് ഞാൻ അതും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ ഫൈനൽ ലുക്ക്. അതുപോലെ ഏറ്റവും അപ്പിലായിട്ട് ഞാൻ എൻ്റെ ഖുർആനും വെച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലും അതിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരാളാണ്. കൂടുതലായിട്ടും ഖുർആൻ വായിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പം അത് ഞാൻ ഏറ്റവും അപ്പിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുപോലെ ടേക്ക് കെയർ, ബൈ ബൈ.